റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ പരമ്പരാഗത നയങ്ങളെ പൂർണ്ണമായി തിരുത്തിക്കുറിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന പുതിയ നിലപാടുകൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുയർത്തുകയാണ്. യുക്രൈനെ റഷ്യൻ അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ മുൻപന്തിയിൽ നിന്നിരുന്ന വാഷിംഗ്ടൺ ഇപ്പോൾ കൈക്കൊള്ളുന്ന നയതന്ത്രപരമായ പിന്മാറ്റങ്ങൾ കീവിനെ അടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. യുക്രൈനെ അമേരിക്ക പൂർണ്ണമായി ഉപേക്ഷിച്ചോ എന്ന ചോദ്യമുയർത്തുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ അരങ്ങേറുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ യുക്രൈന്റെ നേതൃത്വത്തിൽ റഷ്യക്കെതിരെ കൊണ്ടുവന്ന സംയുക്ത പ്രസ്താവനയിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നതാണ് ഈ ചർച്ചകൾക്ക് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. ഹംഗറി, സ്ലോവാക്യ തുടങ്ങിയ റഷ്യയോട് മൃദു സമീപനം പുലർത്തുന്ന രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ 47ഓളം രാജ്യങ്ങൾ ഈ റഷ്യ വിരുദ്ധ പ്രസ്താവനയെ ശക്തമായി പിന്തുണച്ചപ്പോഴാണ് ആഗോളതലത്തിൽ യുക്രൈന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക ഈ പട്ടികയിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായത്. വാഷിംഗ്ടണിന്റെ ഈ അപ്രതീക്ഷിത പിന്മാറ്റം ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. UN വേദികളിൽ യുക്രൈൻ വിഷയത്തിൽ പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്ന് ട്രംപ് ഭരണകൂടം വ്യതിചലിക്കുന്നത് ഇതാദ്യമായല്ല. ഈ വർഷം ആദ്യം റഷ്യയെ അപലപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നടന്ന പ്രധാന വോട്ടെടുപ്പുകളിൽ നിന്നും അമേരിക്ക വിട്ടുനിന്നിരുന്നു. അതിനുശേഷവും മോസ്കോയെ നേരിട്ട് വിമർശിക്കുന്നത് ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രമേയങ്ങളെ പിന്തുണയ്ക്കാനാണ് ട്രംപ് താല്പര്യം കാണിച്ചത്. പരസ്യമായൊരു റഷ്യൻ വിരുദ്ധ ചേരിയുടെ ഭാഗമാകാൻ തങ്ങൾക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ അമേരിക്ക നൽകുന്നത്. അമേരിക്കയിൽ നിന്നും ഇത്തരമൊരു നയതന്ത്ര സിഗ്നൽ പുറത്തു വരുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ സംബന്ധിച്ച് കടുത്ത തിരിച്ചടിയാണ്. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയുടെ ശക്തമായ ഇടപെടലും വലിയ തോതിലുള്ള സൈനിക സഹായങ്ങളും സെലൻസ്കി നിരന്തരം ആവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ട്രംപ് ഭരണകൂടം മുഖം തിരിച്ചു നിൽക്കുന്നത്. തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ യുക്രൈൻ യുദ്ധം 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി യുക്രൈന് നൽകി വരുന്ന ഭീമമായ സാമ്പത്തിക സൈനിക സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന കടുത്ത നിലപാടിലാണ് അദ്ദേഹം. യുദ്ധം അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനോട് ട്രംപിന് യോജിപ്പില്ല. റഷ്യയുമായി ഒരു നയതന്ത്ര ഒത്തുതീർപ്പിലെത്താൻ യുക്രൈൻ തയ്യാറാകണമെന്ന പരോക്ഷമായ സമ്മർദ്ദമാണ് വാഷിംഗ്ടൺ ഇപ്പോൾ ചെലുത്തുന്നത്. അമേരിക്കയുടെ ഈ പുതിയ തന്ത്രം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. അമേരിക്കൻ പിന്തുണ കുറയുന്നതോടെ യുക്രൈൻ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നും തങ്ങൾ വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമാധാന കരാറിലേക്ക് കീവിനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നും മോസ്കോ കണക്കുകൂട്ടുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ യുക്രൈൻ വിഷയത്തിൽ ഭിന്നതയുണ്ടാകാൻ ട്രംപിന്റെ ഈ നയം കാരണമായിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും ഈ നീക്കം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അമേരിക്ക യുക്രൈനെ പൂർണ്ണമായി കൈവിട്ടാൽ അടുത്ത ലക്ഷ്യം തങ്ങളായിരിക്കുമെന്ന ഭയം പോളണ്ട് അടക്കമുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക മാറി നിന്നിട്ടും ഹംഗറിയും സ്ലോവാക്യയും അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യ വിരുദ്ധ പ്രസ്താവനയിൽ ഒപ്പുവെക്കാൻ തയ്യാറായത്. അമേരിക്ക ഇല്ലാത്ത ഒരു സുരക്ഷാ അന്തരീക്ഷത്തെ നേരിടാൻ യൂറോപ്പ് പതുക്കെ നിർബന്ധിതരാകുകയാണ്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഇല്ലാതെ റഷ്യൻ സൈന്യത്തെ ദീർഘനാൾ പ്രതിരോധിക്കുക അസാധ്യമാണ്. നിലവിൽ തന്നെ കിഴക്കൻ മേഖലകളിൽ റഷ്യൻ സൈന്യം ശക്തമായ മുന്നേറ്റം തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ പിന്മാറ്റം യുക്രൈന്റെ സമ്പൂർണ്ണ പരാജയത്തിന് വഴി തുറന്നേക്കാം എന്ന മുന്നറിയിപ്പാണ് പ്രതിരോധ വിദഗ്ധർ നൽകുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും അത് യുക്രൈന്റെ ഭൂപ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പായിരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അത്തരമൊരു കരാറിന് സെലൻസ്കി ഒരിക്കലും തയ്യാറാകില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ സമ്മർദ്ദത്തിനു മുന്നിൽ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നത് സംശയമാണ്. കീവിനെ ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ട്രംപ് ഈ നയതന്ത്ര നിസ്സഹകരണത്തെ ഒരു ആയുധമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകൾ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമാകും. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ആഗോള സുരക്ഷാ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. സെലൻസ്കിയുടെ നയതന്ത്ര നീക്കങ്ങൾ പാടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയ്ക്കാണ് നിലവിൽ ലോകം സാക്ഷ്യം വഹിക്കുന്നത്.